വെൽക്കം ടു വ്ലോഗ്. അപ്പോ എന്റെ നമ്മുടെ പുതിയൊരു ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. പണിഷ്മെന്റ് എന്താ നമ്മുടെ ഇപ്പൊ നമ്മൾ പറയുന്നില്ല, അത് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെന്നോ, പക്ഷെ നമ്മൾ പറയുന്നില്ല, സീക്രട്ട് ആണ്. അപ്പൊ നമ്മുടെ യെസ്, അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഒരു ചലഞ്ച് വീഡിയോ ആയിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്പൊ ചലഞ്ച്. യെസ്, അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് അത് സിമ്പിൾ ആണ്, ജസ്റ്റ് ആൻ ഗെയിം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ബൗളിംഗ് ആണ്. അപ്പൊ യെസ്, അതായിരിക്കും. അപ്പൊ ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ തിരിഞ്ഞ ഒരു ബൗളിംഗ് ചലഞ്ചാണ്. അപ്പൊ നമ്മള് ബൗളിംഗ് നമ്മളിന്ന് ചെയ്യും. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മുടെ കൂടെ ജോബിക്കുട്ടനും ഉണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ ആ ചലഞ്ചും ജോബിയും ചെയ്യും. പക്ഷെ ജോബിക്ക് പണിഷ്മെന്റ് ഇല്ല. ഓക്കെ, ഞങ്ങൾക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ട്. നമ്മളിവിടെ നമ്മുടെ നോട്ട്സായിരിക്കണം. അപ്പൊ നമ്മുടെ ബൗളിംഗ് ഞാനിപ്പോ കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് നമ്മുടെ ബൗളിംഗ്. ഇതാണ് നമ്മുടെ ബൗളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ടോബിക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോബി ആണ് നമ്മൾ ഫസ്റ്റ് ഇത് ചെയ്യാൻ പോകുന്നത്. അതിൽ ടോബി ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് ചെയ്യാൻ. അതിങ്ങോട്ട് ഷെയർ ചെയ്യും, അതിങ്ങോട്ട് ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ടോബി ഇപ്പൊ ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ബൗളിംഗ് ടോബിക്ക് 4 ചാൻസ് ഉണ്ട്, കാരണം സ്മോൾ പോയി. ഓക്കെ, ടോബി ടോബിയുടെ ബോൾ ഉണ്ട്. ഓക്കെ, ടോബി അവിടെ വെച്ചറി, അവിടെ വെച്ചറി. ഓ ടോബി, സോറി ഫ്രണ്ട്സ്, നമ്മളാണെങ്കിൽ നമ്മുടെ ടോബിക്കുട്ടൻ ഒരെണ്ണം ഓൾറെഡി താഴെ ചാടിച്ചു. ഇനി ടോബിയുടെ 2 ചാൻസ് കഴിഞ്ഞു, കാരണം അവനാണെങ്കിൽ ഒരെണ്ണം കൂടെ എറിഞ്ഞായിരുന്നു. അപ്പൊ ഇനി അവൻ 1 ചാൻസും കൂടെ ഉണ്ട്. അപ്പൊ 3 ചാൻസ് കഴിഞ്ഞു ഫ്രണ്ട്സ്. ടോബിയുടെ 4ാമത്തെ ചാൻസിൽ യെസ്. അപ്പൊ ആണെങ്കിൽ ഇനി നെക്സ്റ്റ് ചെയ്യാൻ പോകുന്ന സേറയാണ്. അപ്പോൾ സേറയ്ക്കും എനിക്കുമാണ് പണിഷ്മെന്റ്. ഫ്രണ്ട്സ്, നമുക്കൊരു ഒരു ചാൻസ് കഴിഞ്ഞു, അവള് തീർത്തില്ല. പക്ഷെ അല്ല ഫ്രണ്ട്സ്, 2ാമത്തെ ചാൻസും കഴിഞ്ഞു, എന്നിട്ട് അവൾക്ക് ഒന്നും പറ്റിയില്ല ഇതുവരെയായിട്ട്. 3ാമത്തെ ചാൻസ് കഴിഞ്ഞു, ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. അടുത്ത പ്രാവശ്യം കളിക്കുകയാണെങ്കിൽ 3 ചാൻസ് ഉണ്ട്. 2 ചാൻസ് ഉണ്ട്, മീൻസ് 2 പ്രാവശ്യം കളിക്കാം. അതിൽ 1ാമത്തെ പ്രാവശ്യം നമുക്ക് 3 ചാൻസ് ഉണ്ട്, 2ാമത്തെ പ്രാവശ്യം 3 ചാൻസ് ഉണ്ട്. ഇനി ചെയ്യാൻ പോകുന്നത് ഞാനാണ്. അതിങ്ങോട്ട് അമ്മുക്കുട്ടി 1 പ്രാവശ്യം കൂടെ, അതുകൊണ്ട് ഞാനും 1 പ്രാവശ്യം കൂടെ. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് നമ്മളാണെങ്കിൽ ഇവിടെ ഉണ്ടോ, പിന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് സ്റ്റാൻഡ് ഒരു സ്ഥലത്ത് ഒതുക്കി വെച്ചേക്കുവാണ്. അപ്പൊ ജോബ് ഇവിടെ കളിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിവിടെ നമ്മളിവിടെ ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട് അല്ലേ ജോബി? സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യില് ഒരു ബോളും ഉണ്ട്. ആ ബോളാണിത്, ബൗളിങ്ങിന്റെ ബോൾ. ഇനി 2ാമത്തെ ചാൻസ് ആണ്. ഒരെണ്ണം ബാക്കിയുണ്ട്. മൂന്നാമത്തെ ചാൻസ് ആണ്. ഞാൻ 3 ചാൻസ് ഫ്രണ്ട്സ് മൊത്തം അടിച്ചിട്ടുണ്ട്. പക്ഷെ ഫ്രണ്ട്സ് ഷെയർ ചെയ്തപ്പോ അവളുടെ 3 ചാൻസിൽ അവൾക്ക് ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. എന്റെ 3 ചാൻസിൽ ഫുള്ളും ചെയ്തു ഫ്രണ്ട്സ്. ഓക്കെ, ഇനിയാണെങ്കിൽ ടോബി നമ്മൾ ചെയ്യാൻ പോണം ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ടോബി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ടോബിക്ക് 4 ചാൻസ് നമ്മൾ നേരത്തെ തന്നു. ഓക്കെ ടോബി, റെഡി, 1 2 3 സ്റ്റാർട്ട്. ടോബിയുടെ 1 ചാൻസ് കഴിഞ്ഞു ഫ്രണ്ട്സ്. ഇവിടെ ഫ്രണ്ട്സ് ടോബി 1 ചാൻസ്. ഫ്രണ്ട്സ് ടോബിയുടെ 2ാമത്തെ ചാൻസും പോയി. ഇനി 3ാമത്തെ ചാൻസ് ആണ്. ഫ്രണ്ട്സ്
ഇനി നെക്സ്റ്റ് ചാൻസ് സേറയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ സേറയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ ചെയ്തേക്കുവാണ് ബൗളിങ്. അപ്പൊ ഫ്രണ്ട്സ് ഇനി നെക്സ്റ്റ് ചാൻസ് സേറ ചെയ്യാൻ പോവാണ്. സേറയ്ക്ക് 3 ചാൻസ് ഉണ്ട്. രണ്ടാമത്തെ ചാൻസ് കഴിഞ്ഞു ഫ്രണ്ട്സ്. അപ്പൊ സേറ ഫുള്ളും ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ സേറയ്ക്ക് 1 പോയിന്റ് ഉണ്ട് എന്ന് വെച്ചാൽ 1.25 പോയിന്റ്. എനിക്കാണെങ്കിൽ എനിക്ക് ഓൾറെഡി 1 പോയിന്റ് ഉണ്ട്. അപ്പൊ എനിക്ക് ഇനി 1 പോയിന്റ് കൂടെ കിട്ടിയാൽ ഞാൻ പിന്നെ ഫുൾ കൺഫ്യൂഷൻ ആണ് നമ്മള്. ഇനി എന്റെ ആണ് ലാസ്റ്റ് ചാൻസ് ഫ്രണ്ട്സ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ബൗളിങ്ങിന്റെ ലാസ്റ്റ് ചാൻസ് എനിക്കാണ്. അപ്പൊ ലാസ്റ്റ് ചാൻസിൽ ഞാൻ എന്തു ചെയ്യൂന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അപ്പൊ ഫ്രണ്ട്സ് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ എന്ത് ചെയ്യുന്ന ഒരു പിടിയില്ല. ലാസ്റ്റ് പിന്നാണ് കണ്ടോ. അപ്പൊ ഞാൻ ഇവിടെ റെഡിയായി നിൽക്കുവാണ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എനിക്കിനി 1 ചാൻസ്, എനിക്ക് 2 ചാൻസ് കൂടെ ഉണ്ട്. ഇനി എനിക്ക് 3 കൂടെ ഉണ്ട്. ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് എനിക്കിനി 1 ചാൻസ് കൂടെ ഉള്ളൂ. ഫ്രണ്ട്സ് എല്ലാവർക്കും സെയിം പോയിന്റ് ആണിപ്പോ. ജോബിക്കും എനിക്കും സേറയ്ക്കും ഒരേ പോയിന്റ് ആണ്. അപ്പൊ എന്ത് ചെയ്യണം ഒരു അപ്പാണെങ്കിൽ ഞാനും സേറയും ഒറ്റ ചാൻസും കൂടെ ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ ഇനി എല്ലാവർക്കും സെയിം പോയിന്റ് ആയിപ്പോയി. അപ്പൊ ടോബിക്ക് കളിക്കുന്നില്ല. അപ്പോൾ ഞാനും സേറയും ഒരൊറ്റ പ്രാവശ്യം കൂടെ കളിക്കും. കാരണം എല്ലാവർക്കും സെയിം പോയിന്റ് ആണ്. അപ്പോൾ ഒരു ചാൻസിൽ രണ്ട് ചാൻസ് ഉണ്ട്. ഓക്കെ 2 ചാൻസേ ഉള്ളൂ. 3 ചാൻസ് ആയിരുന്നു. ഇപ്പൊ 2 ചാൻസേ ഉള്ളൂ. നമുക്ക് 2 പേർക്കും. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഈ ബൗളിംഗ്. ഇനി ഞാനും സേറ കളിച്ചു. അപ്പൊ ഫസ്റ്റ് ഞാൻ ചെയ്യാം. എനിക്ക് 1 ചാൻസ് 2 ചാൻസ് ഉണ്ട്. ഇനി സേറയാണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ അത് ചെയ്യാൻ പോവുകയാണ്. ഞാനാണ് ഇപ്പൊ ബൗളിംഗ് ചെയ്യാൻ പോകുന്നത്. ശരിയാണ്. ഇനി സേറയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവൾക്കിനി 2 ചാൻസ് കൂടെ ഉള്ളൂ. ഒരെണ്ണത്തിന് ഒരു ചാൻസ് കഴിഞ്ഞു. അത് തീർന്നു. 2 ചാൻസ് വേണം. അപ്പൊ ഈ കളിക്ക് ജയിച്ചത് ഞാനാണ് ഫ്രണ്ട്സ്. ഞാനും ജോബിയാണ്. ഞാനാണ്. അപ്പൊ പണിഷ്മെന്റ് ഇവൾക്കാണ് ഫ്രണ്ട്സ്. അപ്പൊ അങ്ങനെ ഫ്രണ്ട്സ് ഈ കളിയില് ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പോ പണിഷ്മെന്റ് എന്തായാലും നമ്മൾ ഇതുവരെയായിട്ട് പറഞ്ഞിട്ടില്ല. ഞാനും ടോബിയും ജയിച്ചു, സേറ തോറ്റു. അങ്ങനെ അമ്മുക്കുട്ടി സേറ ഉപ്പ് തിന്നണം. അതാണ് പണിഷ്മെന്റ്. ഉപ്പ് എന്ന് പറയുന്നത് ചെറിയ തരത്തിലുള്ള ഉപ്പ്. ഉപ്പ് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മുടെ സേറ കാണിച്ചു തരുന്നതായിരിക്കും. സേറയുടെ സ്വന്തം ജീവനാണ് അർപ്പിക്കാൻ പോകുന്നത്. അങ്ങനെ ഞാൻ ഉപ്പ് എടുത്തോണ്ട് വരാൻ പോവുകയാണ്. ഉപ്പ് എടുത്തോണ്ട് വരും. ഞാൻ തിന്നണം. വേണമെങ്കിൽ ഒരു ഉപ്പുണ്ട്. നമ്മുടെ ഉപ്പ് ഞാൻ കയ്യിലിടാൻ പോവുകയാണ്. ഫ്രണ്ട്സ് ഉപ്പ് ഫ്രണ്ട്സിനെ കാണിച്ചേ. ഫ്രണ്ട്സ് പക്ഷെ കുറച്ചും കൂടെ വേണമല്ലേ ഫ്രണ്ട്സ്?
ഫ്രണ്ട്സ് അങ്ങനെ അവൾ ആ ഫുള്ള് തിന്നണം ഉപ്പ് കളഞ്ഞ് വരെ പഞ്ചസാര നല്ല ടേസ്റ്റ് ആയിരിക്കും അതിന് തിന്നോ അയ്യോ അതെ ചിരിക്കാൻ വയ്യ സേറയ്ക്ക് നമ്മൾ നല്ല കിടുക്ക് പണിഷ്മെന്റ് ആണ് കൊടുത്തേക്കുന്നത് ഉപ്പിന് എരിവാണോ എനിക്ക് അടുത്ത ആഴ്ച നമുക്ക് മുളകാക്കാം ശരിയാ ഓക്കെ ഫ്രണ്ട്സ് ഇനി നമ്മുടെ അടുത്ത ചലഞ്ച് വീഡിയോ ഉണ്ട് ആ ഫ്രണ്ട്സ് അത് സംഭവിച്ചെന്ന് വെച്ചാൽ സേറ ഉപ്പ് തിന്നിരിക്കുന്നു അമ്മുക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു ഫീലിങ്സ് ഉപ്പ് തിന്നതിന്റെ ഫീലിങ്സ് നല്ല രസമായിരുന്നു നമ്മുടെ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞാനും എൻ്റെ അനിയത്തി സേറക്കുട്ടിയും അതിൽ മുളകായിരിക്കും അതിന് പണിഷ്മെന്റ് മുളക് ആ പണിഷ്മെന്റ് മുളക് നമ്മൾ ഇപ്പോഴും പറയുന്നത് മുളകോ അല്ലെങ്കിൽ അതർ കഠിനമായ പണിഷ്മെന്റ് എന്തെങ്കിലും ഉണ്ടാക്കുന്ന എന്തെങ്കിലും കുക്കിങ്ങും വല്ലതായിരിക്കും അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയുമായി നമ്മൾ വരുന്നതായിരിക്കും so Cyril finding out bye so please like share and subscribe my channel bye